എന്താടാ കാലത്ത് തന്നെ സ്കൂളൊന്നുമില്ലേ? ഇന്ന് ശനിയാഴ്ച ലീവാ. ലീവാ? ആ. ഗിരീഷേട്ടാ ഈ ചെറിയ ഡിക്കോട്ടേഷനൊക്കെ പിടിക്കൂ? പിടിക്കും. ഞങ്ങളിപ്പോ ഒരു ചേഞ്ചിന് ചെറിയ പണികളെ പിടിക്കാറുള്ളൂ. തടാ ആർക്കാ ആവശ്യം? അതൊരു സാറിനടിക്കാനാ. വളരെ നല്ലത്. ഇതിപ്പോ കോളേജ് പിള്ളേരൊക്കെ കൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിയ കൂടിക്കെട്ടേ. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ. LP UP. ഓർഡറാ ഓർഡറാ. രാവിലെ മനുഷ്യന്റെ ഉറക്കവും കൊട്ടേഷൻ. ഇവന്മാര് രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാള് വിശുദ്ധ അംബ്രോസ് എന്ന ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. വിശുദ്ധ അംബ്രോസ് നല്ല പേര്. വീന്നുള്ളത് അവരുടെ വീട്ടുപേരാ. വിരുപ്പമറ്റെന്ന അവരുടെ ശരിക്കും പേര്. നാട് കാണിനെ പറ്റിച്ചു. അവനിതെവിടെ? എവിടാ കള്ളപ്പന്നി? ഞാൻ അവനെ കഴിഞ്ഞ വർഷം കണ്ടതാ. കൊള്ളം പറയുന്നോടാ പന്നി. സത്യം പറയടോ, എവിടവൻ? കൂടെ കൂട്ടിയിട്ട് എനിക്കിട്ട് തന്നെ പണിയുന്നു. എന്റെ മൊബൈലും പോയി, എന്റെ ജീപ്പിന്റെ ഗ്ലാസും തകർത്തു. ചതിയൻ. അവനോട് പറഞ്ഞേക്ക്, എന്റെ നഷ്ടം തീർക്കാതിരുന്നാൽ അവനെ പങ്കായത്തിനടിച്ചു കൊല്ലുന്നു. കൊല്ലണം ചേട്ടാ. ചേട്ടാ ഒരു മോതിരം എടുക്കണ്ട്. നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുതെന്ന്? അതെന്തിനാന്ന് മനസ്സിലായോ? എടാ നീ എന്ത് ചെയ്താലും ഇടി ഞാൻ കൊള്ളണം. നീ എന്നോട് പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ എന്തിനാ ഇടി കൊള്ളുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ? ഇനി അവന്റെ കാശ് എങ്ങനെ കൊടുക്കും? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മറിയയുടെ ഐഫോൺ, മറിയയുടെ ഐഫോൺ. ഗിരീഷ് എവിടെ നിന്നിട്ടത്? മാമന്റെ മോൻ തന്നതാ. മാമന്റെ മോനാ? എന്താ ഇവന്റെ മാമന് മോൻ ഉണ്ടായിക്കൂടെ? അല്ല നീ വില പറടാ. സംഗതി കേട് ഫോണൊക്കെ ഉണ്ടോ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഗിരീഷേ. ഇത് കൺട്രിലൊക്കെയാണ്. ഇതേതാ സ്പൈഡർമാന്റെ ഫോട്ടോ ഉണ്ടാ? ഇത് അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ? അത്യാവശ്യം ഉണ്ടെങ്കിൽ കാനഡയിലൊക്കെ വിളിക്കാം. അപ്പൊ അതിനൊന്നും കിട്ടൂലേ? ഇതിനൊന്നും കിട്ടൂല ഭായി. ഭയങ്കര ഇത്. അയ്യോ, വേണമെങ്കിൽ ഒരു 2000 രൂപ വരാം. 2000? അല്ല വേണ്ട, നിങ്ങൾ ഇത് എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാം. പ്രസേ ഇത് വെച്ച് കഴിഞ്ഞാൽ വിറ്റുപോല സാധനം. കിട്ടുന്നത് വാങ്ങാം. ഇത് മാറ്റി വാങ്ങാൻ വീട്ടിൽ ചെല്ലുന്ന കാര്യം അത് ആലോചിക്കേ വേണ്ട. ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഇടിയിടിക്കും. ഒരു കാര്യം ചെയ്, നീ ആ 2000ന്റെ കൂടെ 1000 കൂടെ കൊടുത്താ ഇത് ഒരു 1000 കൂടി എടുക്കും. അതിന് എണ്ണൊന്നും വേണ്ട. സാബു 2500 മതി. അത് മതി വെച്ചു. അത് മതി. കിട്ടിയ ഒന്നും കിട്ടൂലോ. അതാണ്. നീ വാ. ശരി, നിന്റെ കട മുടിഞ്ഞു കൂടാ. iPhone 2500 को मिलेगा. പോയാടപ്പൊന്നു നീ വധൂരിക്ക് എന്താന്ന് വെച്ചിട്ട് കൊടുത്തടാ. എന്റെ അടുത്ത കളി. കളറ് പാട്ടാ. ഒരു സോഡ നാരങ്ങളും എടുത്തു. ഇനിയും വേണേ പറയാലോ. ഗിരീഷ് സ്റ്റേഷൻ വരെ വരണമല്ലോ. എന്താ സാറേ? എന്താടാ കാര്യകാരണങ്ങൾ അടങ്ങിയ കൂടി കയ്യിലിട്ട് കിട്ടിയെങ്കിലേ നീ അങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്റ്റേഷൻ വരെ വരാനുള്ള എണ്ണ വണ്ടിക്കകത്തില്ലേ? അപ്പോ ഞങ്ങള് എണ്ണയൊക്കെ അടിച്ച് മെല്ലെ പിന്നാലെ അങ്ങ് വന്നാ പോരെ? വേണമെന്നില്ല.
നിന്നെപ്പോ ഉള്ളവന്മാരെ കൊണ്ടുവന്ന സർക്കാർ ഫുൾ ടാങ്ക് ഡീസൽ ഇതാ ഈ സാധനം ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇങ്ങോട്ട് കേറാ മോനെ. എത്ര ഏട്ടാ അയ്യ കാശ് ചേട്ടാ കാശുള്ള ആളെ കാണുന്നില്ല. അത് ശരി, സാരില്ലടാ, കൂട്ടുകാരൻ വരട്ടെ. അതുവരെ നീ 1-2 ഗ്ലാസ് ഒക്കെ കഴുകി നിക്ക്. സുഖമാണോ? സുഖമാണ്. നീ ആ കൊച്ചിനറിയോ? അറിയില്ല. ഇല്ല. നീ അറിയില്ല. ഇല്ല. നീ ആ കൊച്ചിന്റെ ഐഫോൺ തട്ടിപ്പറിച്ചോണ്ട് ഓടിയടാ? ആ സാർ, വെച്ച് കളിച്ചോണ്ടിരുന്നപ്പോ ഇയാൾ ഓട്ടോയിൽ വന്ന് മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് പോയി സാർ. ഞാൻ കണ്ടതാ സാർ. അല്ല സാറേ, അല്ല സാറേ, അവര് കള്ളം പറയുന്ന. ആര്? അവര്. ഞാൻ തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. എന്നെ കൊല്ലല്ലേ? സത്യം പറടാ, തട്ടിപ്പറിച്ചോണ്ട് ഓടിയ നീ? സാറേ, ഞാനൊന്നും തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. ആ കൊച്ചു തന്ന കൊട്ടേഷന്റെ കൂലിയായിട്ട് കൈപ്പറ്റിയതാ. കുഞ്ഞു പിള്ളേരെ പറ്റിച്ച് ജീവിക്കുന്നോടാ പന്ന. ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചോടിക്കാനോ പൊക്കോളാ നിനക്കൊക്കെ. ഞാൻ തട്ടിപ്പറിച്ചതാ. തട്ടിപ്പറിച്ചോ? ഓക്കെ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എവിടെ ഉണ്ടോ മൊബൈല്? എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല. നീ എന്ത് ഇവിടെ? സാറ് നമ്മുടെ ആളാ, പേടിക്കണ്ട. കൺട്രി ലോക്ക് അല്ലേ? അതെ. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. അങ്കിൾ, മമ്മിനോട് പറയല്ലേട്ടോ. മമ്മി മൊബൈൽ കൊണ്ട് കളിച്ചതിന് വഴക്കുറയും. നോ നോ നോ. ഡോ സനാഥ്, മോളെ കൊണ്ട് വീട്ടിലോട്ടെ. ശരി സാർ. മോളു, ഐ വിൽ കോൾ യു. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ചലോ. ഡോ, ഇവന്മാരുടെ എഴുതി വാങ്ങിച്ചിട്ടേ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തേക്ക്. ശരി സാർ. ഫൂൾസ്, പിള്ളേരെ പറ്റിക്കാൻ ഓരോരുത്തന്മാരെ ഇറങ്ങും. ഗിരീഷേ, ഈ ഐഫോൺ 6 വളയുന്നേക്കണ നേരാണല്ലേ? എടാ പൊന്നോ, ആ കുട്ടി വന്നോണ്ട് എൻ്റെ ഒക്കെ തടി കഴിച്ചില്ലായി. മനസ്സിലായടാ? ഒരാഴ്ച മുടങ്ങാണ്ട വന്ന് ഇവിടെ ഒപ്പിട്ടോളോ. പിന്നെ നിന്നെ 3-4 കേസിന് കൂടി ജെയിംസ് സാറ് നോട്ടിട്ടിട്ടുണ്ട്. എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടി തരും. വലിയ ഉപകാരം. നോക്കി കണ്ടൊക്കെ നടന്നടാ. പോയിക്കോ. എന്നാ ചാവി. എന്താടാ നിങ്ങളുടെ പ്രശ്നം? ഇവൻ എന്നെ ജിമ്മി കയറി തല്ലി സാറേ. ആര്? ഇബനാ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പോടാ, പൊക്കോ. ഗിരീശൻ എന്നാ സാറിന്റെയും തല്ലുകൊണ്ട ദോഷം. ഞാൻ ഇറങ്ങി ഓടിയപ്പോ നീ എന്റെ പുറകെ ഓടിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് പറ്റിയ ആളാണ്. മേലനങ്ങാതെ എങ്ങനെ പണിയെടുക്കണമെന്ന് ഈ ആംബ്രോസ് അച്ചായൻ നിനക്ക് പഠിപ്പിച്ചു തരും. നമുക്കൊരു ഹലോ വിളിച്ചേ? ഇല്ല, വിളിച്ചില്ല. അതെ, ഞാൻ വരുവാ. ആപ്പീസർ രാവിലെ ആപ്പീസിലോട്ട് പോവായിരിക്കും. നീ എങ്ങോട്ടാടാ രാവിലെ? നീ പണിക്ക് പോവാൻ തുടങ്ങിയെന്നും പറഞ്ഞു. എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നീ പോയാലും ഈ ആംബ്രോസ് അന്തസ്സായി ആളെ പറ്റിച്ച് ജീവിക്കും. നീ ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് വേറൊന്ന്. നീ ചെവിയെ നുള്ളിക്കൂടെ കാല് വരി. ശരത്താ, എന്താണ് മീശ? ഞാൻ ചേട്ടാ 140 കുറഞ്ഞ പൈന്റ് 3 പിന്നെ ആഘോഷം 1 ലിറ്റർ, ലൂസിഫർ 1 ഫുള്ള്, മെൻഷൻ ബംഗ്ലാവ് 1 ലിറ്റർ, പിന്നെ 4 പൊന്മാമ്പിയർ. ബാലൻസ് കൊടുത്തോ? ഇത്രയും പെട്ടെന്ന് റെഡിയാ. താങ്ക് യു. ചേട്ടാ മാറി 20 ഒരു പൈൻ്റെ എടുത്തേ. ഒരു ഫുള്ളൊന്നും ഇല്ലാണ്ട് 3 ക്വാർട്ടർ തരാം. എന്നാ ഒരു 1 2 10 രൂപ പിടിച്ചോ. നീ ബാക്കി കൈ വെച്ചോ.
കണ്ടോടാ ഉച്ചവരെ ആയപ്പോഴത്തേക്കും ചുമ്മാ ക്യൂ നിന്ന് സാധനം മേടിച്ചുണ്ടാക്കിയ കാശായത്. ഓ എന്റെ ദൈവമേ, ബാറുകൾ പൊടിച്ചെന്ന് അങ്ങേക്ക് സ്തുതി. ആംബ്രസേട്ടാ ഇപ്പൊ നിന്നപ്പോ 2.5 ലിറ്റർ വാങ്ങാനേ പറ്റുള്ളൂ. കൗണ്ടർ എത്തുന്നതിന് മുമ്പ് 1/2 ലിറ്ററിനുള്ള കാശായിട്ട് ആംബ്രോസേട്ട് വരുന്നത് ഞാൻ വിചാരിച്ച്. ഇതൊന്നും അല്ല, വൈകിട്ട് 4 മണിയൊന്നും ആയിക്കോട്ടെ, ചാകരയായിരിക്കും ചാകര. നീ ആ മീശയൊക്കെ ശരി കൊട്ടിച്ചു വെച്ചേ. ഞങ്ങൾ ഒട്ടിച്ച് തന്നാ മതിയുടെ ആംബ്രോസേ. മാറ്റി പറഞ്ഞാ മതി. നീ എന്റെ ശിഷ്യൻ തന്നെ.